നമ്മളെ മാധ്യമങ്ങൾക്കൊരു വാർത്തയായി വീണ്ടും മൈക്ക്. ഒരു ഘട്ടത്തില് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് കുറെ ആളുകൾ പറഞ്ഞു നടന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ജീവിക്കാനുള്ള അവകാശമടക്കം മൗലികാവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ഇതേ ഘട്ടത്തിൽ തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന ആഗ്രഹത്തോടെ അന്ന് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. രാജ്യമാകെ അമിതാധികാരവാഴ്ചയിലായ കാലമാണ്. അപ്പൊ അമിതാധികാരവാഴ്ചയോടുള്ള ജനങ്ങളുടെ പ്രതികരണം ആ തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുത്തിയതും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കക്ഷിയെ പരാജയപ്പെടുത്തിയതുമായിരുന്നു. ഇതേ രീതിയിലല്ലെങ്കിലും 2004 വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് രണ്ടാം ഊഴം തേടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് രണ്ടാം ഊഴം സമ്മാനിച്ചാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതം, രാജ്യത്തിനുണ്ടാക്കുന്ന അപകടാവസ്ഥ ബോധ്യമുള്ള ജനങ്ങൾ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJPയെ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി. അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ജനാഭിലാഷം മാനിച്ച് കോൺഗ്രസ് എന്താണെന്ന് നല്ലതുപോലെ അറിയാവുന്ന ഇടതുപക്ഷം BJPയുടെ തുടർഭരണം ഒഴിവാക്കുന്നതിനായി കോൺഗ്രസിനെ സർക്കാർ രൂപീകരിക്കുന്നതിന് പിന്താങ്ങാൻ തീരുമാനിച്ചു. അതായിരുന്നു ഒന്നാം UPA സർക്കാർ. ഇടതുപക്ഷത്തിന്റെ പിന്തുണ ആ സർക്കാരിന് ഉണ്ടായിരുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ ശരിയായ സ്വഭാവം പല ഘട്ടങ്ങളിലും നടപ്പാക്കാനായില്ല. അതിനോട് ഇടതുപക്ഷം യോജിക്കാതിരുന്നു. മാത്രമല്ല, ഒട്ടേറെ കാര്യങ്ങൾ നാടിനനുകൂലമായ, ജനങ്ങൾക്കനുകൂലമായ നടപടികളെന്ന നിലക്ക് വരികയും ചെയ്തു. അതിലൊന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. മറ്റൊന്നാണ് വനാവകാശ നിയമം. ഇത്തരത്തിലുള്ള പല നടപടികൾ ആ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടി വന്നു. ലോകത്ത് സാമ്പത്തിക രംഗത്ത്, ബാങ്കിംഗ് മേഖലയിലും മറ്റും വലിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയ ഒരു കാലമായിരുന്നു അത്. പല രാജ്യങ്ങളും അത്തരം പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. അതിവിടെയും വേണം എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. പക്ഷെ ഇടതുപക്ഷം അതിനെ അനുകൂലിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പായില്ല. പക്ഷേ ലോകത്ത് വലിയ രാജ്യങ്ങളിലൊക്കെ, അമേരിക്ക അടക്കമുള്ള വൻ രാഷ്ട്രങ്ങളിൽ ബാങ്കിംഗ് സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും തകർന്നുകൂടും. അപ്പൊ നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്ക് ഒരു പോറലുമേറ്റില്ല. അത് നേരത്തെ പരിഷ്കരണത്തിന് കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും അത് സമ്മതിക്കാത്തതിന്റെ ഭാഗമായിരുന്നു. ഏതായാലും
അതിന്റെ ഗുണം പൊതുവിൽ രാജ്യത്തിന് കിട്ടി. പൊതുവെ ഇത്തരം നടപടികൾ രാജ്യത്തിന്, ജനങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പ് ആ ഗവൺമെന്റ് ഉണ്ടായില്ല. പക്ഷെ അപ്പോഴേക്കും ഈ ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഒരു പൊല്ലാപ്പായിട്ടാണ് കോൺഗ്രസ് എന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ അവര് അത് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെയാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലെങ്കിലും ആ സർക്കാർ തുറന്ന അധികാരത്തിൽ വന്നു. കുറച്ച് മുമ്പില് അപ്പൊ നമ്മളെ മാധ്യമങ്ങൾക്കൊരു വാർത്തയായി വീണ്ടും മൈക്ക്. ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു. അത് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാത്ത ഗവൺമെന്റ് ആയതുകൊണ്ട് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നടപ്പാക്കാമെന്നായി. കോൺഗ്രസിന് ഒന്നാം UPA കാലത്ത് നടപ്പാക്കാൻ കഴിയാതിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അത് തൊട്ടു മുന്നിലുള്ള വാജ്പേയിയുടെ ഗവൺമെന്റ് കാലത്ത്, BJP ഗവൺമെന്റ് കാലത്ത് ആസിയാൻ കരാറിന്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. പക്ഷെ കരാർ ഒപ്പിട്ടിരുന്നില്ല. കരാർ ഒപ്പിടണം എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. അപ്പൊ ഇടതുപക്ഷം അതിനെ അനുകൂലിച്ചില്ല. കാരണം അതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഏതായാലും ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാത്ത സാഹചര്യത്തിൽ ആസിയാൻ കരാർ ഒപ്പിട്ടു. ആസിയാൻ കരാർ ഒപ്പിട്ട് അതുണ്ടാക്കാനിടയുള്ള ആപത്തിനെ കുറിച്ച് ബോധ്യമുള്ള ഇടതുപക്ഷം രാജ്യത്തും LDF കേരളത്തിലും അതിനെ ശക്തമായി എതിർത്തു. അപ്പോ കോൺഗ്രസിന്റെ MP മാരടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം ഇതിന്റെ മഹിമ, ഇതുണ്ടാക്കാനിടയുള്ള നന്മ, കാർഷിക രംഗത്ത് വരുത്താനിടയുള്ള മാറ്റം, കൃഷിക്കാർക്ക് വരാനിടയുള്ള അഭിവൃദ്ധി, ഇതെല്ലാം വലിയ തോതിൽ പ്രചരിപ്പിക്കാനാണ് തയ്യാറായത്. ആ കരാറിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ. പ്രത്യേകിച്ച് റബ്ബർ മേഖല. റബ്ബർ, ഇന്ത്യയിലെ 90% റബ്ബർ നമ്മുടെ കേരളത്തിൻ്റെതായിരുന്നു. എത്ര ഐശ്വര്യത്തോടെയാണ്
റബ്ബർ കർഷകര് നാട്ടിൽ ജീവിച്ചിരുന്നത് ഓർക്കുക. കാരണം നല്ല കാർഷിക രംഗം, നല്ല വരുമാനം, അന്തസ്സുറ്റ ജീവിതം നയിക്കാൻ കർഷകർക്ക് കഴിഞ്ഞു. പക്ഷേ ആസിയാൻ കരാർ ഒപ്പിട്ടതോടെ എല്ലാം തകിടം മറിഞ്ഞു. നമ്മുടെ നാട്ടിലേക്ക് സ്വാഭാവിക റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിന് തടസ്സമില്ലാതായി. ആസിയാൻ രാജ്യങ്ങളിൽ നിന്നും റബ്ബർ ഇങ്ങോട്ട് വന്നു. വലിയ ആഘാതം കർഷകർക്ക് നൽകി. മനംമടുത്ത കർഷകര് റബ്ബർ കൃഷിയോട് തന്നെ വൈമുഖ്യം കാണിച്ചു. 90% ഉൽപ്പാദിപ്പിച്ചിരുന്ന നാട് ഇപ്പൊ 70% മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ആവശ്യമായ തോതിൽ വില ലഭിക്കുന്നില്ല. ഇതെല്ലാം ആസിയാൻ കരാറിന്റെ ഭാഗമായി സംഭവിച്ചതാണ്. ഇതിന്റെ തുടർച്ചയായി കാണാൻ കഴിയുന്നൊരു വസ്തുത, ടയർ കമ്പനികളാണ് വലിയ തോതിൽ കൊള്ളലാഭം അടിച്ചത്. അവർക്ക് തുച്ഛമായ വിലക്ക് കൃഷിക്കാരിൽ നിന്ന് റബ്ബർ സംഭരിക്കാൻ കഴിഞ്ഞു. കൃഷിക്കാർക്ക് ന്യായമായ വില കൊടുക്കാതിരിക്കുക. അതിനാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്മീഷൻ നമ്മുടെ ടയർ കമ്പനികൾക്ക് കർഷകരെ വഞ്ചിച്ചതിനും കർഷകർക്ക് ന്യായമായ വില നൽകാതിരുന്നതിനും പിഴയിട്ടത്. ടയർ കമ്പനികൾ അടക്കേണ്ട പിഴ 1800 കോടി രൂപ. അത് വന്നപ്പോ BJP ഗവൺമെന്റാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസിനും BJPക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരേ നയമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ നയം കോൺഗ്രസിന് ഏറ്റെടുക്കാനും കോൺഗ്രസിന്റെ നയം BJPക്ക് അതേ രീതിയിൽ തുടരാനും വിഷമമില്ല. ആസിയാൻ പ്രശ്നത്തിൽ അതാണ് കണ്ടത്. ഈ വിധി വന്നിട്ടും ആ പിഴ ഈടാക്കാനുള്ള നടപടിയല്ല ഗവൺമെന്റ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ആ 1800 കോടി രൂപ കൃഷിക്കാർക്ക് അർഹതപ്പെട്ടതാണ്. പിഴ ഈടാക്കി കൃഷിക്കാർക്ക് നൽകുകയാണ് വേണ്ടത് എന്ന് ഇടതുപക്ഷം രാജ്യത്തും LDF കേരളത്തിലും ആവശ്യപ്പെട്ടു. എന്നാൽ ടയർ കമ്പനികൾ പോയൊരു സ്റ്റേ സമ്പാദിച്ചപ്പോ BJP ഗവൺമെന്റ് അതിനോടൊപ്പമായി. ഒന്നും നടപ്പാക്കാൻ തയ്യാറായില്ല. ഇപ്പോ കേരളത്തിൽ റബ്ബർ കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കാൻ ചുരുങ്ങിയത് 250 രൂപയെങ്കിലും അനുവദിക്കണമെന്ന് കേരള സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് അതിന് സന്നദ്ധമല്ല. അത്തരമൊരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ബജറ്റിൽ 180 രൂപയായി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇവിടെ റബ്ബർ കർഷകരുടെ തകർച്ച പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ BJP ഗവൺമെന്റ്
സന്നദ്ധമല്ല. ആസിയാൻ കരാർ നടപ്പാക്കിയതിലൂടെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റാണ് കർഷകരെ ഈ രീതിയിൽ തകർത്തത്. അതേ നയം തന്നെയാണ് BJP സർക്കാരും പിന്തുടർന്നത്. ഇത് കർഷകരുടെ ഒരു പ്രശ്നമേ ആകുന്നുള്ളൂ. നമുക്കറിയാം, ഒന്നാം UPA ഗവൺമെന്റ് അന്നത്തെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷൻ വേണമെന്ന് കണ്ടു. അതും ഇടതുപക്ഷത്തിന്റെ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് സ്വാമിനാഥൻ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. 2-3 വർഷം കൊണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് രണ്ടാം UPA ഗവൺമെന്റ് കയ്യിലാണ് കിട്ടിയത്. അവരുടെ തന്നെ സർക്കാരാണ് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ച് സ്വാമിനാഥൻ കമ്മീഷനെ നിയോഗിച്ചിരുന്നത്. പക്ഷെ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയപ്പോ ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ല. കോൺഗ്രസ് എന്താ ചെയ്ത്? കോൺഗ്രസ് പറഞ്ഞത്, ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ മാർക്കറ്റ് ആകെ കുഴപ്പത്തിലാവും. സ്വാമിനാഥൻ പറഞ്ഞത്, നമ്മുടെ കാർഷിക വിളകൾക്ക് താങ്ങുവില നൽകണമെന്നായിരുന്നു. അത്തരമൊരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല, അത് മാർക്കറ്റ് അവതാളത്തിലാക്കും. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടേ സ്വീകരിക്കാൻ പറ്റില്ല, റിപ്പോർട്ട് തള്ളുന്നു. ഇതാണ് രണ്ടാം UPA സർക്കാർ തീരുമാനിച്ചത്. ഇപ്പൊ കൃഷിക്കാർക്കെതിരായ നടപടി. ഇപ്പോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയില് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന് അനുസരിച്ച് കർഷകർക്ക് താങ്ങുവില നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലത്. അത് ആത്മാർത്ഥയോടെയാണെങ്കിൽ, നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ, ഞങ്ങൾ നേരത്തെ ഇങ്ങനെയൊരു നിലപാടെടുത്തിരുന്നു, അത് ഞങ്ങൾ തിരുത്തുന്നു എന്നുകൂടി അതിനോടൊപ്പം പറയണമായിരുന്നു. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കർഷകരെ വഞ്ചിക്കാൻ സ്വീകരിക്കുന്ന സാധാരണ കോൺഗ്രസിന്റെ ഒരു വാഗ്ദാനമായിട്ട് മാത്രമേ അത് കണക്കാക്കാനാവൂ. ഇത്തരത്തിലുള്ള എത്രയോ വാഗ്ദാനങ്ങൾ നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് നടപ്പാക്കാത്തവയായി അനുഭവത്തിലുള്ളതുമാണ്. ഇവിടെ കോൺഗ്രസിന്റെ രണ്ടാം UPA ഗവൺമെന്റ് ഒരുപാട് ജനവിരുദ്ധ നടപടികളാണ് സ്വീകരിച്ചത്. അതിന്റെ ഫലമെന്തായിരുന്നു? ജനങ്ങളാകെ അസംതൃപ്തിയിലായി. ആ അതൃപ്തരായ ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് വാഗ്ദാനങ്ങളുമായാണ് BJP പ്രത്യക്ഷപ്പെട്ടത്. ഓർമ്മയില്ലേ, ഓരോ ആളുടെ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ വരാൻ പോവുകയാണെന്ന് പറഞ്ഞ കാര്യം. അങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ. അപ്പോ നല്ല രീതിയിൽ BJPയുടെ ഗവൺമെന്റ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന പ്രതീക്ഷയോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും BJPയും കോൺഗ്രസും ഏറ്റുമുട്ടുകയായിരുന്നു. കോൺഗ്രസിനെ 5 വർഷക്കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിച്ച് BJPയെ സ്വീകരിക്കാൻ 2014 ജനങ്ങൾ തയ്യാറായി. 2014
BJP ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നതോടെ അതിനു മുൻപ് പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും അവർ മറന്നു. അവർ നടപ്പാക്കിയതെന്താ? അവരുടെ നയം തന്നെ. പക്ഷേ ആ നയവും അതിന് മുൻപുള്ള 5 വർഷക്കാലം കോൺഗ്രസ് നടപ്പാക്കിയ നയവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കാരണം രണ്ടു കൂട്ടരുടെയും നയം ഒന്നാണ്. അതുകൊണ്ട് തന്നെ തീവ്രമായ ദുരിതത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ തള്ളിവിട്ടു. ഇതാണ് ഉണ്ടായത്. ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നയമാണ് തുടർച്ചയായി BJP നടപ്പാക്കിയത്. അപ്പോ 2019 നമ്മുടെ രാജ്യത്ത് BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നുകൂടാ എന്ന പൊതുവികാരം, തുടർഭരണം ഉണ്ടായിക്കൂടാ എന്ന പൊതുവികാരം ശക്തമായി. ആ തെരഞ്ഞെടുപ്പില് കേരളത്തിലുണ്ടായ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. 2019 അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനൊരു ഘട്ടം കഴിഞ്ഞപ്പോ കോൺഗ്രസ് പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഉണ്ടാകില്ല. അപ്പോ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുക, ഏത് പാർട്ടിക്കാണോ അംഗബലം കൂടുതൽ ആ പാർട്ടിയായിരിക്കും. രാഹുൽ ഗാന്ധി ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിൽ കോൺഗ്രസിന് അംഗബലം കൂടണം. അപ്പൊ എല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്യണം. നമ്മള് മലയാളികള് ശുദ്ധമനസ്കരാണല്ലോ. ഒരു വിഭാഗം ആളുകള് ഈ പറഞ്ഞത് ശരിയല്ലേ എന്ന് കണക്കാക്കി. അവര് കണക്കൂട്ടിയത് ഇവിടെ ഇപ്പോ LDF ആയാലും UDF ആയാലും രണ്ടു കൂട്ടരും BJPക്ക് എതിരും. പക്ഷേ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ അംഗബലം കുറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോകുന്നതല്ലേ നല്ലത്. ഒരു വിരോധവും LDFനോടുള്ളത് കൊണ്ടല്ല അങ്ങനെ ഒരു നിലപാടെടുത്തത്. രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ BJP ഒഴിവാക്കാൻ ഇതല്ലേ നല്ലത് എന്ന് അവര് ചിന്തിച്ചു. അങ്ങനെയാണ് 2019 നമ്മുടെ കേരളത്തില് വലിയ തോതിൽ UDFന് ജയിച്ചു വരാൻ കഴിഞ്ഞതും LDFന് കനത്ത തിരിച്ചടിയേറ്റത്. അതിന്റെ അനുഭവം കേരളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു വിജയം കോൺഗ്രസിന് UDFന് സമ്മാനിക്കുന്നതിന് ഇടയാക്കിയ നാട്ടുകാരും വോട്ടർമാരും പിന്നീടുള്ള ഈ 5 വർഷക്കാലവും വിവിധ ഘട്ടങ്ങളിൽ വലിയ മനോവേദന അനുഭവിച്ചു എന്നുള്ളതാണ്. ഞങ്ങളാണല്ലോ ഇതിനിടയാക്കിയത്, ഇവരെയാണല്ലോ ഞങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചത് എന്ന് ചിന്തിച്ച് വേദനിച്ച നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ 5 വർഷക്കാലവും അനുഭവിക്കേണ്ടി വന്ന ആ വേദനയാണ്. 2019 നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരികയാണ്. അതോടെ RSS അജണ്ട കൃത്യമായി നടപ്പാക്കൽ ആരംഭിച്ചു. നേരത്തെയും RSS നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
2016 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഒന്നാമത്തെ ടേം എന്ന നിലക്ക് കടുത്ത അജണ്ടകള് ആ ഘട്ടത്തിൽ പുറത്തെടുത്തില്ല. 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാം ഊഴം BJP സർക്കാരിന് കിട്ടിയപ്പോ പിന്നെ കാലതാമസം ഉണ്ടായില്ല. നേരെ RSS അജണ്ട നടപ്പാക്കാൻ ആരംഭിച്ചു. അതിലേറ്റവും പ്രധാനം നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത. ആ മതനിരപേക്ഷത RSS അംഗീകരിക്കുന്നില്ല. രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണമെന്നാണ് RSSന്റെ താല്പര്യം. നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാണെന്നത് ഭരണഘടനയിലൂടെയാണ് നാം പ്രഖ്യാപിച്ചത്. ആ ഭരണഘടന അംഗീകരിച്ച നാൾ തൊട്ട് RSS അതിനെതിരാണ്. ശക്തമായ വിമർശനം RSS ഭരണഘടനയ്ക്കെതിരെ ഉയർത്തിയിട്ടുണ്ട്. അതിനെന്താ കാരണം? മനുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കാത്ത ഭരണഘടനയാണ്. മനുവിനെയും മനുവിന്റെ നിയമങ്ങളെയും മനസ്സിലാക്കാൻ കഴിയാത്ത ഭരണഘടനാ പണ്ഡിതർ എന്ന് പറഞ്ഞുകൊണ്ടാണ് RSS ഭരണഘടനാ നിർമ്മാണ സഭയെ പരിഹസിച്ചത്. സവർക്കർ കൃത്യമായി പറഞ്ഞു, മനുവിന്റെ നിയമമാണ് ഹിന്ദുവിന്റെ നിയമം. RSSന്റെ നിലപാടനുസരിച്ച് പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. ഇതിന് രാജ്യത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമങ്ങൾ അറിയില്ല, അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല, മനുസ്മൃതി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇതായിരുന്നു വിമർശനം. ഇപ്പൊ മനുവും മനുവിന്റെ നിയമവും ഉള്ള ഭരണഘടനയാണ് വേണ്ടത്. അതായിരുന്നു RSS ആഗ്രഹിച്ചത്. ഈ 2019 ആയപ്പോ വീണ്ടും അധികാരത്തിൽ വന്നപ്പോ ആദ്യമേ തന്നെ RSS അജണ്ട നടപ്പാക്കാൻ തയ്യാറായതിന്റെ ഭാഗമായാണ് പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്. അത് 2019 ആ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ നമ്മുടെ രാജ്യം പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കി മാറ്റുകയാണ്. ലോകത്ത് പരിഷ്കൃത രാഷ്ട്രങ്ങളൊന്നും പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കിയിട്ടില്ല. മാത്രമല്ല, നമ്മുടെ തൊട്ടുകിടക്കുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അഭയാർത്ഥികളെയാണ് ഈ നിയമം കൈകാര്യം ചെയ്യുന്നത്. അഭയാർത്ഥികള് മിക്ക രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നമാണ്. ഒരു പരിഷ്കൃത രാജ്യവും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ സമീപിക്കുന്നില്ല. മതപരമായി വിവേചനം അഭയാർത്ഥികളോട് കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ അഭയാർത്ഥികളെ മതപരമായി വേർതിരിക്കുന്നു. അതിൽ 6 കൂട്ടർക്ക് പൗരത്വത്തിന് അവകാശമുണ്ട്. മുസ്ലിം അടക്കമുള്ള വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അവകാശമില്ല. രാജ്യത്തിലെ പ്രബലമായ മതന്യൂനപക്ഷമായ മുസ്ലിമിനെ പൗരത്വത്തിലേക്ക്
അർഹതയില്ലാത്തവരാക്കി മാറ്റുന്നതിനാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നതാണ് പൊതുവെ ഉയർന്ന വിമർശനം. ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമായിരിക്കും. പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രങ്ങൾ വരെ ഇന്ത്യയെ അപലപിച്ചു. ഇന്ത്യ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായി സഖ്യശക്തിയാക്കി മാറ്റിയതാണ് മോദിയുടെ സർക്കാർ. അമേരിക്ക ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയെ പോലൊരു രാജ്യത്തെ പൂർണ്ണമായി തങ്ങളുടെ വരുതിയിൽ കിട്ടുന്നത്. പക്ഷേ അമേരിക്ക ഇതിനെ അനുകൂലിച്ചില്ല. ഇന്ത്യയുടെ നിലപാടിനെ അപലപിച്ചു. ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. ഐക്യരാഷ്ട്രസഭ പോലുള്ള ലോക സംഘടനകൾ അപലപിച്ചു. നമ്മുടെ രാജ്യത്ത് കനത്ത പ്രതിഷേധമുയർന്നു. ഡൽഹി വലിയ പ്രതിഷേധം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ദേശീയ നേതാക്കൾ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഡൽഹി പ്രക്ഷോഭത്തിലെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാര് സീതാറാം യെച്ചൂരിയും ഡി രാജയും, അതേപോലെ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ ഒരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ പട്ടികയിൽ എവിടെയെങ്കിലും കണ്ടോ? എന്തേ കോൺഗ്രസ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ആ പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസ് ഒഴിഞ്ഞു നിന്നത്? അല്ലെങ്കിൽ ആ ഒഴിഞ്ഞു നിൽക്കലിലൂടെ BJP ഗവൺമെന്റ് കൊണ്ടുവന്ന സംഘപരിവാർ അജണ്ടയെ പിന്താങ്ങുന്ന നില എന്തുകൊണ്ട് കോൺഗ്രസ് സ്വീകരിച്ചു? വീണ്ടും പ്രക്ഷോഭം കനത്തു. അപ്പോ ഡൽഹിയിലെ പലയിടങ്ങളിൽ പ്രക്ഷോഭകർക്ക് നേരെ സംഘപരിവാർ ആക്രമണം. ആ ഇരകൾക്ക് സംരക്ഷണമൊരുക്കാൻ ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളുമാണ് ഓടിയെത്തിയത്. ആ കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോ സീതാറാം യെച്ചൂരിയുടെ പേര് കുറ്റപത്രത്തിൽ, ഏതെങ്കിലും കോൺഗ്രസുകാരന്റെ പേര് കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും കണ്ടോ ആരെങ്കിലും? എന്തേ അവരെവിടെയും ഇല്ലാതിരുന്നത്? അവരുടെ നയം ഇതിനോടൊപ്പം ഇല്ല എന്തായിരുന്നു? ഇതിനോടൊപ്പം നിന്ന കേരളത്തിലെ കോൺഗ്രസിന് പറ്റിയ അക്കടിയുണ്ട്. ഓർമ്മയില്ലേ? ഈ നിയമം പാസാക്കിയ ഉടനെ അർത്ഥശങ്കക്കിടയില്ലാതെ കേരളം പ്രഖ്യാപിച്ചു, ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന്. അത് വ്യക്തമായ നിലപാടായിരുന്നു സർക്കാരിൻ്റെ. പക്ഷെ അവിടെ മാത്രം നിന്നില്ല നമ്മൾ. നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാടാണ്. അത്തരമൊരു നാടിന്റെ കൂട്ടായ പ്രതിഷേധം ഇതിനെതിരെ ഉയരണമെന്ന് കണ്ടു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തില് വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും സമൂഹത്തിലെ വിവിധ സാമൂഹ്യ സംഘടനകളും എല്ലാം അണിനിരന്നു. കേരളത്തിന്റെ പൊതുവികാരം ശക്തമായി പ്രകടിപ്പിക്കപ്പെട്ടു. തൊട്ടു പിന്നാലെ സർവകക്ഷി യോഗം. ആ സർവകക്ഷി യോഗവും അപലപിച്ചു. അതിനു പിന്നാലെ പ്രത്യേക നിയമസഭാ യോഗം. പ്രത്യേക നിയമസഭാ യോഗത്തില് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. നിയമസഭ
ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ ഏകണ്ഠമായി ഈ നിയമഭേദഗതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതെല്ലാം യോജിച്ചാണ് നടന്നത്. സംസ്ഥാന സർക്കാർ ഈ നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. അതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നാം സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയില് നിങ്ങളിൽ പലരും ഭാഗഭാക്കായിട്ടുണ്ടാവും. ഇതെല്ലാം 2019 2019 ഉടനെ ഇവിടെ തെരഞ്ഞെടുപ്പൊന്നും വരുന്നില്ല. ഇപ്പൊ ചിലര് തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് ഞങ്ങൾ ഈ പൗരത്വ നിയമം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഏത് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് 2019 ഈ നിലപാടെടുത്തത്? ഏത് തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടാണ് ഇടതുപക്ഷ നേതാക്കള് അറസ്റ്റ് ചെയ്യപ്പെട്ടത്, ആ പ്രക്ഷോഭത്തിൽ പങ്കാളിയായത്? ഇതെല്ലാം എതിർക്കേണ്ടതിന് എതിർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടനയുടെ സത്തയാണ് ഇല്ലാതാക്കുന്നത്. മതനിരപേക്ഷതയാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുക എന്നത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആരും ചെയ്യേണ്ട കാര്യമാണ്. അതാണ് നമ്മൾ ചെയ്തത്. പക്ഷേ കോൺഗ്രസ് ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഞങ്ങള് ഇനി അങ്ങോട്ട് ഒരു യോജിച്ച പ്രക്ഷോഭത്തിനും ഇല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച നിയമം നടപ്പാകാതിരിക്കുകയോ? ആരാ ചോദിച്ചത്? അന്നത്തെ KPCC പ്രസിഡന്റ്. അതിന്റെ തുടർച്ചയായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്താ കാരണം? യോജിച്ച പ്രക്ഷോഭത്തിന് അവരെ ക്ഷണിച്ച സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുകൾ പറ്റിയോ? ആ യോജിപ്പിന് തടസ്സമായ എന്തെങ്കിലും നിലപാട് സർക്കാർ എടുത്തോ? സംസ്ഥാന സർക്കാർ? എങ്കിലവർ അത് പറയുമായിരുന്നു. ഒന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല. ഒറ്റ കാരണേ ഉള്ളൂ, അവരംഗീകരിക്കാൻ ബാധ്യപ്പെട്ട കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായത് ശരിയല്ല, ഉടനെ പിൻവാങ്ങണം എന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അതൊരു അനുമാനം മാത്രമാണ്. ആ ആവശ്യത്തിന്റെ ഭാഗമായി അവര് പിൻവാങ്ങുന്നു. കോൺഗ്രസ് രാജ്യവ്യാപകമായി ഈ നിലപാടാണ് സ്വീകരിച്ചത്. പോട്ടെ, ഇതെല്ലാം 4 വർഷം മുൻപുള്ള കാര്യം. ഇപ്പോ 4 വർഷം കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള അതിന്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. രാജ്യത്തെല്ലാവരും പ്രതിഷേധിച്ചു. കോൺഗ്രസിന്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ? കോൺഗ്രസിന് പ്രതികരണമുണ്ടായോ? കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ഒരു ദിവസം ചോദിച്ചു. സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം, എന്താണ് ഇതിന്റെ പ്രതികരണമെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, രാത്രി ആലോചിച്ച് പറയാം. എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം. ഇതല്ലേ കോൺഗ്രസിന്റെ നില? രാഹുൽ ഗാന്ധി വിശദമായ യാത്ര, രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി മാത്രം അഭിപ്രായം പറയില്ല, അഭിപ്രായമേ ഇല്ല. എന്താണ് അങ്ങനെ? ഇപ്പോ പാർട്ടികള് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുന്നു. എല്ലാ പാർട്ടികളും പ്രസിദ്ധീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രസിദ്ധീകരിച്ച പ്രകടന പത്രികയിൽ ഈ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു. കോൺഗ്രസോ
കോൺഗ്രസ് ഒന്നും പറയാൻ തയ്യാറില്ല. ഒന്നും പറഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായിക്കൊണ്ട് പറയാണ്, അതിത് വായിക്കാത്തതുകൊണ്ടാണ്. ഇന്ന പേജില് ഈ ഭാഗം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹവും മലയാള മനോരമയും കൂടി ചേർന്നോ എങ്ങനെയാണെന്നറിയില്ല. മലയാള മനോരമ അടുത്ത ദിവസം ഫ്രണ്ട് പേജില് ബാനർ ഹെഡിങ്ങിൽ അദ്ദേഹത്തിന്റെ വർത്തമാനം കൊടുത്തു. ഇത് വായിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ ദിവസം പത്രക്കാരെ കാണുമ്പോ ആ പ്രകടന പത്രിക ഞാൻ എടുത്ത് കാണിച്ചു. മാത്രമല്ല ഈ പറഞ്ഞ പേജ് എടുത്തു. ആ പേജിലെ അദ്ദേഹം പറഞ്ഞ ഖണ്ഡിക എടുത്തു. CAA പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്ക് ആ പ്രകടന പത്രികയിലില്ല. ഇത് കോൺഗ്രസ് നിലപാടാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ആളെ പറ്റിക്കാൻ വേണ്ടി അതുണ്ട് എന്ന് പറയുന്നത്? ഉണ്ടെങ്കിൽ നല്ലത് തന്നെ, പക്ഷെ ഉണ്ടായില്ലാലോ, ഇല്ലാലോ. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? ഇത് ആരുടെ അജണ്ടയാ? RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ടയാണ്. അപ്പൊ സംഘപരിവാർ മനസ്സ് വരുന്നവർക്കാണ് അതിനെ എതിർക്കാൻ പറ്റാതിരിക്കുക. ആ സംഘപരിവാർ മനസ്സ് കോൺഗ്രസിന് നല്ലതുപോലെ വന്നിരിക്കുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. അതല്ലേ വസ്തുത? നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് 2019 തെരഞ്ഞെടുക്കപ്പെട്ടു പോയ സംഘം ഇപ്പൊ അവര് 18 UDFകാരും 2 LDFകാരാണ്. ആലപ്പുഴയിലെ ആരിഫും കോട്ടയത്തെ തോമസ് ചാഴിക്കാടനുമാണ് LDFിലുള്ളത്. ഈ 18 സംഘം ഇക്കാര്യത്തിൽ പ്രതികരിച്ചോ? നമ്മുടെ നാടിന്റെ ശബ്ദമല്ലേ ഈ ഘട്ടത്തിൽ വേണ്ട രീതിയിൽ ഉയരാതിരുന്നത്? ഈ പറഞ്ഞ ഡൽഹിയിലെ പ്രക്ഷോഭ സ്ഥലത്തൊക്കെ ഇടതുപക്ഷ എംപിമാര് പോകുമ്പോ ഈ 18 സംഘത്തെ ആരെങ്കിലും കണ്ടോ? എന്തേ 18 സംഘത്തിന് പോകാൻ കഴിയാതിരുന്നത്? ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, RSS അവരുടെ അജണ്ട അനുസരിച്ച് ന്യൂനപക്ഷങ്ങളെ പൊതുവിലാണ് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്നത്. ചില ഘട്ടത്തിൽ ചിലർക്ക് നേരെയുള്ള നടപടി കനക്കും. അതിലൊന്നായിരുന്നു മണിപ്പൂരിലടുത്താണ് ഉണ്ടായത്. മണിപ്പൂരില് വംശഹത്യയുടെ അടുത്ത് കാര്യങ്ങൾ എത്തിയല്ലോ. അതെന്താ കാര്യം? ഒരു പ്രത്യേക മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരായി പോയി എന്നുള്ളത് കൊണ്ടല്ലേ ആക്രമിക്കപ്പെട്ടത്. ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗമാണ് ക്രൈസ്തവര്. ക്രൈസ്തവരായി പോയതുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന അവസ്ഥയല്ലേ മണിപ്പൂരിലുണ്ടായത്. ഇത്തരം കാര്യങ്ങള് RSS അജണ്ട അനുസരിച്ച് നടക്കുകയാണ്. അതിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിൽ ന്യൂനപക്ഷം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള ആക്രമണം അടുത്ത കാലത്ത് മണിപ്പൂരിലുണ്ടായി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം ആക്രമിക്കപ്പെട്ടതും നമ്മുടെ രാജ്യത്തിന്റെ അനുഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കത്തോലിക്ക സഭയുടെ മുഖപ്രസിദ്ധീകരണമായ സത്യദീപത്തിൽ വന്ന മുഖലേഖനം നാം ഓർക്കേണ്ടതാണ്. അതില് പറഞ്ഞൊരു കാര്യം, ഇവിടെ ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോ അത് മുസ്ലിമിനെയാണ് ബാധിക്കുക എന്നാണ് പൊതുവെ വന്നിട്ടുള്ള ചിത്രീകരണം. എന്നാൽ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അവർക്ക് വിവിധ രീതിയിലുള്ള സംസ്കാരങ്ങൾ, വിവിധ രീതിയിലുള്ള ജീവിതശൈലികൾ, വിവിധ തരത്തിലുള്ള വ്യക്തി നിയമങ്ങൾ എല്ലാമുണ്ട്.
ഇതിനെ ആകെ ഏകീകരിക്കുക എന്ന് പറയുന്നത് ഈ എല്ലാ വിഭാഗത്തിനുമെതിരെയുള്ള നടപടിയാണ്. ഇത് മുസ്ലിമിനെതിരെയുള്ള നടപടി മാത്രമല്ല, ഈ രാജ്യത്തുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾക്കെതിരെയുള്ള നടപടി കൂടിയാണ് എന്നാണ് സത്യദീപൻ ചൂണ്ടിക്കാണിച്ചത്. ശരിയായ നിലപാടാണത്. ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിനോ നമ്മുടെ 18-അംഗ സംഘത്തിനോ ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ 370-ാം വകുപ്പ് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി, ഒരു ദിവസം ആഭ്യന്തരമന്ത്രി സഭയിൽ എഴുന്നേറ്റ് നിന്ന്, പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ഒരു കടലാസ് വായിക്കുന്നതോടെ ഇല്ലാതാവുകയാണ്. എന്തൊരാശ്ചര്യമാണ്! ഇതിനെല്ലാം നേതമായ നടപടിക്രമങ്ങളുണ്ട്. ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല. എന്താണ് നിലപാട്? RSS അജണ്ട, അതാണ് 370 റദ്ദ് ചെയ്യുക എന്നുള്ളത്. ആ സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവിയും എടുത്തു കളയുന്നു. ശക്തമായ പ്രതിഷേധം ഉയരണ്ടേ? ഉയർന്നോ കോൺഗ്രസിൽ നിന്ന്? സാങ്കേതികമായി എതിർത്തു എന്നുള്ളതല്ല പ്രശ്നം. ഉയരേണ്ട രീതിയിൽ ശബ്ദമുയർന്നോ ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യമനുസരിച്ച്? നമ്മുടെ 18-അംഗ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. NIA ഭേദഗതി, ആ നിയമം കൂടുതൽ കരുതേയമാക്കാനാണ്, കൂടുതൽ ശക്തിപ്പെടുത്തുക. കോൺഗ്രസ് എതിർത്തോ? നമ്മുടെ 18-അംഗ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടായോ എതിർക്കാൻ? ലോക്സഭയിൽ ആകെ ഉണ്ടായത് 6 പേരാണ്. അതിലൊന്ന് ആലപ്പുഴയിലെ ആരിഫായിരുന്നു. ഇതല്ലേ വസ്തുത? UAPA നിയമം അതൊരു കരിനിയമമാണ്. അതിനെ കൂടുതൽ കരിനിയമമാക്കാനുള്ള ഭേദഗതി കൊണ്ടുവന്നു. ഈ നിയമങ്ങളുടെയൊക്കെ ഭേദഗതി ആരെ ഉദ്ദേശിച്ചാണെന്ന് എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസ് ആരെ കൂടെ വന്നു? BJPയുടെ കൂടെ വന്നു. ഈ 18-അംഗ സംഘം അതേ നില. ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം? സംഘപരിവാർ മനസ്സിനോടൊപ്പം നിൽക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് പോയ 18-അംഗ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇനി കേരളം നേരിട്ട പ്രശ്നങ്ങൾ. കേരളം ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ നേരിട്ടത്. നമ്മുടെ ഏതെങ്കിലും പ്രശ്നത്തിൽ കേരളത്തോടൊപ്പം നിന്നോ? കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കും അതിന്റെ കൂടെ നിന്നോ? നമ്മുടെ നാടിന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ദുരന്തം, മഹാപ്രളയവും അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും കോവിഡും, അങ്ങനെ എന്തെല്ലാം. നാടിനെ സഹായിക്കണ്ടേ? അർഹതപ്പെട്ട സഹായം നിഷേധിക്കല്ലേ ചെയ്തത്? അതിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് ഉണ്ടായോ? നമ്മളോ? സംസ്ഥാന ഗവൺമെന്റ് ആ ഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത്. നമ്മുടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കടക്കം ആ ഘട്ടത്തിൽ പൂർണ്ണമായ സംരക്ഷണമൊരുക്കാനാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുത്തത്. അതിന്റെ എല്ലാം എത്രയോ ദൃശ്യങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാനത് ഓർക്കുന്നത്? ആ സംസ്ഥാനത്തെ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാൻ പറ്റും എന്നല്ലേ കേന്ദ്ര ഗവൺമെന്റ് നോക്കിയത്? നിങ്ങൾ ശരിയല്ല ചെയ്യുന്നത് എന്ന് പറയാൻ ഈ 18-അംഗ സംഘം ഉണ്ടായോ? ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായോ? നമ്മളെ നാടിനെ സാമ്പത്തികമായി ഞെരുക്കുന്നു, അതിനെ എതിർക്കാൻ തയ്യാറായോ? ഇവരോട്, MP-മാരോട് സർക്കാർ ആവശ്യപ്പെടുന്നു, നിങ്ങൾ എല്ലാവരും കൂടി കേന്ദ്ര ധനമന്ത്രിയെ കാണണം. 2 തവണ യോഗത്തിൽ സമ്മതിക്കും, പോയി അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കും.
രണ്ടാമത്തെ തവണ പറഞ്ഞു ഞങ്ങള് ഒപ്പിടണമെങ്കിൽ, നിവേദനത്തിൽ ഒപ്പിടണമെങ്കിൽ ഒരു വാചകം എഴുതണം, കേരളത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിനിടയാക്കുന്നത് എന്ന്. എങ്ങനെയുണ്ട്? കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന, കേന്ദ്ര സർക്കാരിന്റെ വിവേചനം, അതിനെതിരെ കേരളം നൽകുന്ന നിവേദനം. അപ്പൊ ആ നിവേദനത്തിൽ പറയണം, ഇതൊന്നും നിങ്ങളുടെ കുറവ് കൊണ്ടല്ല, ഞങ്ങളെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാരിന്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന്. ഇതാണ് കോൺഗ്രസിന്റെ സമീപനം. ഇതാണ് ഈ 18 അംഗ സംഘത്തിന്റെ സമീപനം. ഇപ്പൊ നാം കൊടുത്ത, സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ്, സുപ്രീം കോടതിക്ക് അതിന്റെ ശരി ബോധ്യപ്പെട്ടു. സുപ്രീം കോടതി പറഞ്ഞു, കേരളം പറയുന്നത് ന്യായമല്ലേ, ആ 13,000-ലധികം കോടി രൂപ നിങ്ങൾ കൊടുക്കേണ്ടതല്ലേ, കൊടുക്കണമത് എന്ന് നിർദ്ദേശിച്ചു. നമുക്ക് അർഹതപ്പെട്ട പണമാണത്. ആ അർഹതപ്പെട്ട പണം കിട്ടുന്നതിനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വേണ്ടി വരുന്നത്. അവസാനം സുപ്രീം കോടതി, നിങ്ങൾ കേരളം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്, ഞങ്ങൾ ഇതേവരെ കടക്കാത്ത മേഖലകൾ ഇതിലുണ്ട്, സുപ്രീം കോടതി വ്യക്തത വരുത്താത്ത മേഖലകൾ, അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ UDFന്റെ മുഖത്തേറ്റ അടിയാണ് സുപ്രീം കോടതിയുടെ സമീപനം. അതല്ലേ വസ്തുത? എന്തെങ്കിലും മാറ്റമുണ്ടോ ഇതേവരെ? ഇതാണ് നമ്മുടെ 18 അംഗ സംഘത്തിന്റെ സമീപനം എന്ന് നാം ഓർക്കണം. രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ, സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളിൽ എല്ലാം അവർ BJPയോടൊപ്പമാണ് നിന്നത്. BJPക്ക് ഒരു കേരള വിരുദ്ധ സമീപനം, UDFനും ഇവിടുത്തെ 18 അംഗ സംഘത്തിനും കേരള വിരുദ്ധ സമീപനം. ഇതാണ് കേരളമാകെ ഇപ്പോ ജനങ്ങൾ വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി വല്ലാത്തൊരു വികാരത്തിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. ആ വികാരം കേരളമാകെ എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ കഴിയും. അത് UDF വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവർക്കെതിരെയുള്ള വികാരമാണ്. അവരോടുള്ള പ്രതിഷേധമായിട്ടാണ് അത് ഉയർന്നു വരുന്നത്. അതേസമയം LDFന് അനുകൂലമായ ശക്തമായ തരംഗമായി എല്ലാ മണ്ഡലങ്ങളിലും ഇത് ഉയരുന്നത് കാണാൻ കഴിയും. അത്തരമൊരു തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് പരിണിതപ്രജ്ഞനായ സഖാവ് രവീന്ദ്രനാഥിനെയാണ്. രവീന്ദ്രനാഥിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളിലുള്ള തെളിമയും ആശയ വ്യക്തതയും എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഒരു കാര്യത്തിലും ആശയക്കുഴപ്പമുണ്ടാവില്ല. ഇന്നത്തെ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ നല്ല ആശയ വ്യക്തതയും നിലപാടിൽ തെളിമയുമുള്ളവരെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. അത്തരമൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഏറ്റവും മികവാർന്ന രീതിയിൽ ഞങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതേവരെയുള്ള അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ്. സ്ഥാനാർത്ഥിത്വം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കക്ഷിഭേദമന്യേ എല്ലാ വിഭാഗത്തിലും പെട്ടവർ അദ്ദേഹത്തെ മനസ്സാ പിന്താങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സഖാവ് C. രവീന്ദ്രനാഥിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ ഇവിടുത്തെ പ്രതിനിധിയായി പാർലമെന്റിലേക്ക് അദ്ദേഹത്തെ അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.